ജനാധിപത്യത്തെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ജനാധിപത്യ ദംശനം നടത്തിക്കൊണ്ട് എല്ലാ മേഖലകളിലും അഴിമതി കൊടുത്തുവാടുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയാണ്. വളരെ പ്രതീക്ഷയോടുകൂടി ഇന്ത്യൻ യുവത സ്വപ്നം കാണുന്ന, രക്ഷിതാക്കൾ സ്വപ്നം കാണുന്ന മത്സര പരീക്ഷകൾ വരെ കോടിക്കണക്കിനായ രൂപയുടെ അഴിമതിയാക്കി വിശ്വാസ്യതയില്ലാത്ത രീതിയിലേക്ക് മാറുകയാണ്. കഴിഞ്ഞ LDF ഗവൺമെൻറ്റിൻ്റെ കാലത്തെ PSC പരീക്ഷകളെ പോലെ തന്നെ കഴിഞ്ഞ 12 വർഷക്കാലത്തെ 276 പൊതുപരീക്ഷകളിൽ 158 പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാലത്ത്, ഈ മോദി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ചോദിക്കുന്നത്. ഈ കഴിഞ്ഞ നീറ്റ് പരീക്ഷക്കാലത്ത് ഏതാണ്ട് 25 ലക്ഷത്തോളം കുട്ടികൾ പരീക്ഷ എഴുതിയിട്ട് ആ പരീക്ഷാ പേപ്പർ ചോരുകയും അതോടൊപ്പം ഉണ്ടായ സമ്മർദ്ദത്തെ തുടർന്ന് 20-ലധികം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. ഇതിനെതിരെ പ്രതികരിക്കാൻ തെരുവിലിറങ്ങിയപ്പോൾ ആ തെരുവിലിറങ്ങിയ കുട്ടികൾക്കെതിരെ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് അവരെ ആക്രമിക്കാൻ, അവിടെ വരെ വിദ്യാർത്ഥികളുടെ അവകാശത്തെ നിഷേധിച്ച് അവരെ കൊലപ്പെടുത്താൻ വരെയുള്ള ശ്രമം ഉണ്ടായി എന്നുള്ളത് ജനാധിപത്യത്തിന് ഒട്ടും ഭൂഷണമല്ലാത്ത അവസ്ഥ. 10 വർഷമായി SSKയുടെ മറവിൽ BRCകളിൽ നടത്തിയ അനധികൃത നിയമനങ്ങളും അഴിമതികളും സമഗ്രമായി അന്വേഷിക്കണമെന്ന് KPSTA സംസ്ഥാന അധ്യക്ഷൻ PK അരവിന്ദൻ ആവശ്യപ്പെട്ടു. KPSTA താനൂർ സബ് ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ യോഗ്യതകൾക്ക് അപ്പുറം പാർട്ടി കൂറ് മാത്രമായിരുന്നു BRCകളിൽ നിയമനം നേടാനുള്ള യോഗ്യത. അതുകൊണ്ട് തന്നെ സമഗ്രമായ അന്വേഷണത്തിന് BRCകളെ വിധേയമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സബ് ജില്ലാ അധ്യക്ഷ സജിന പാലേരി അധ്യക്ഷയായി. KPSTA സംസ്ഥാന സെക്രട്ടറി ഉമേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. മുൻ സംസ്ഥാന അധ്യക്ഷൻ VK അജിത് കുമാർ, DCC ജനറൽ സെക്രട്ടറിമാരായ O രാജൻ, P വാസുദേവൻ, YP ലത്തീഫ്, KPSTA ജില്ലാ സെക്രട്ടറി സുഭാഷ് താനൂർ, ബ്ലോക്ക് കോൺഗ്രസ് അധ്യക്ഷൻ CP ഹനീഫ, താനൂർ മണ്ഡലം അധ്യക്ഷൻ ശശികുമാർ, NGO അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഹനീഫ ചിറക്കൽ, NB ബിജു പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂർ.